RSSനെ നിരോധിക്കണം എന്ന വാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കർണാടക മന്ത്രിയും മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മകനുമായ പ്രിയങ്ക് ഖാർഗെ. പക്ഷേ ചിലർ BJP തന്നെ അങ്ങ് നിരോധിച്ചാലോ എന്ന് ആലോചിക്കുന്നു. അതായത് BJP നിരോധിക്കണം, ഇന്ദിരാഗാന്ധി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എങ്കിൽ BJP നിരോധിച്ചേനെ എന്നാണ് ചില നേതാക്കൾ പ്രസ്താവനയായി നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ദിരാഗാന്ധി ഇന്ന് ജീവിച്ചിരിപ്പില്ല. BJP എന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനത്തെ നിരോധിക്കാൻ എന്തായാലും പറ്റില്ല. ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് SDP നിരോധിക്കുന്നതിന് പോലും നിയമപരമായ തടസ്സങ്ങൾ ഉണ്ട്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഭീകര സംഘടനയുടെ, നിരോധിക്കപ്പെട്ട സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടിയാണ് SDPI. അതിനെ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ സുപ്രീം കോടതിയോ നിരോധിച്ചിട്ടില്ല. അതിനും ചില നിയമ വശങ്ങൾ ഉണ്ട്. അതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. അപ്പോൾ പിന്നെ രാജ്യം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി എന്ന സംവിധാനത്തെ നിരോധിക്കണം അല്ലെങ്കിൽ നിരോധിച്ചേനെ എന്നൊക്കെ പറയുന്ന ബാലിശമായ ഇത്തരം പ്രസ്താവനകൾ എന്താണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്? അപ്പം കോൺഗ്രസിന് ഹിതമല്ലാത്തത് എന്ത്? അങ്ങനെയുള്ളവരെയൊക്കെ നിരോധിക്കണം അല്ലെങ്കിൽ ഒതുക്കണം അല്ലെങ്കിൽ ഇല്ലാതാക്കണം എന്നുള്ള ചില നേതാക്കളുടെ ഉള്ളിൽ ഇരിപ്പാണ് ഇതിലൂടെയൊക്കെ പുറത്തു വരുന്നത് എന്നാണ് ഭാഷ്യം. ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നെങ്കിൽ BJP നിരോധിച്ചേനെ എന്ന വിവാദ പ്രസ്താവനയുമായി എത്തിയിരിക്കുന്നത് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളിൽ ഒരാളും അതിശക്തനായ ഒരു നേതാവുമായ അശോക് ഗെഹ്ലോട്ടാണ്. മുതിർന്ന നേതാവും രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രിയുമാണ് അദ്ദേഹം. രാജ്യത്തെ BJP വർഗീയ ധ്രുവീകരണം നടത്തുകയാണെന്നും ഇന്ദിരാഗാന്ധി ജീവിച്ചിരുന്നു എങ്കിൽ BJP നിരോധിക്കുമായിരുന്നു എന്നുമായിരുന്നു ഗെഹ്ലോട്ടിന്റെ വിവാദ പരാമർശം. ഒരു വേള ഇന്ദിരാഗാന്ധിക്ക് അത് സാധിച്ചേക്കാം. കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു, പത്രങ്ങളുടെ പ്രവർത്തനം നിരോധിച്ചു, തനിക്ക് എതിരെയുള്ള എന്തിനേയും കശക്കിയെറിഞ്ഞും നിരോധിച്ചും മുന്നേറിയ ഒരു നേതാവ് കൂടിയാണ് പ്രിയദർശിനി എന്ന ഇന്ദിരാഗാന്ധി. അപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് ചിലപ്പോൾ BJP നിരോധിക്കാൻ സാധിച്ചേക്കും. പക്ഷേ BJP അങ്ങനെ നിരോധിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം ജനങ്ങളും രാജ്യത്തിൻ്റെ പൊതുസമൂഹവുമാണ് തീരുമാനിക്കുന്നത്. വിവാദമായതിന് പിന്നാലെ ഗെഹ്ലോട്ടിനെതിരെ രൂക്ഷ വിമർശനവുമായി BJP രംഗത്ത് വന്നിരിക്കുകയാണ്. ജയ്പൂരിൽ നടന്ന ഒരു ചടങ്ങിൽ സംസാരിക്കവെയാണ് അശോക് ഗെഹ്ലോട്ട് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. തന്റെ 50 വർഷത്തെ പൊതുജീവിതത്തിൽ ഇത്രയും അപകടകരമായ ഒരു അന്തരീക്ഷം രാജ്യം നേരിടുന്നത് കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഭരണത്തിൽ ഇരിക്കുന്നവർ ബോധപൂർവം മതപരമായ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണ്. പൂർണ്ണമായും ഒരു ഹിന്ദുത്വ പാർട്ടി മാത്രമാണ് എന്ന് കാണിക്കാനാണ് BJP ശ്രമിക്കുന്നത് എന്നും ഗെഹ്ലോട്ട് കുറ്റപ്പെടുത്തുന്നു. ഭരണഘടന എല്ലാ മതങ്ങൾക്കും തുല്യ അവകാശങ്ങൾ നൽകുന്നു എന്നും മതത്തെ ഒരു രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിക്കരുത് എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇന്ന് അധികാരത്തിൽ ഇരുന്നിരുന്നു എങ്കിൽ അത്തരമൊരു പാർട്ടിയെ നിരോധിക്കുമായിരുന്നു എന്നും അശോക് ഗെഹ്ലോട്ട് പറയുന്നു. അതേസമയം ഗെഹ്ലോട്ടിന്റെ പ്രസ്താവന പുറത്തു വന്നതിന് പിന്നാലെ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി BJP നേതാക്കൾ രംഗത്ത് വന്നു. കോൺഗ്രസ് നിരന്തരം ഹിന്ദുവികാരം വ്രണപ്പെടുത്തുകയും മുസ്ലിം പ്രീണനം നടത്തുകയുമാണെന്നാണ് BJPയുടെ ആരോപണം. കോൺഗ്രസിന് ഹിന്ദുക്കളോടും ഹിന്ദുത്വത്തോടുമുള്ള വെറുപ്പാണ് ഗെഹ്ലോട്ടിന്റെ പ്രസ്താവനയുടെ പുറത്തു വരുന്നത് എന്ന് BJP ദേശീയ വക്താവ് ഷെഹസാദ് പുനേവാലെ കുറ്റപ്പെടുത്തി. ഹിന്ദുത്വം എന്നത് ഒരു ജീവിത രീതിയാണെന്നും സുപ്രീം കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെയിരിക്കെ ഇന്ദിരാഗാന്ധി എന്തിനാണ് അതും BJP നിരോധിക്കുന്നത് എന്നും പുനേവാലെ ചോദിക്കുന്നു. മാത്രമല്ല, ഈ ഒരു പ്രസ്താവനയ്ക്കെതിരെ വിവിധ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ തന്നെ വ്യക്തമായ ഒരു എതിർപ്പ്, ഒരു വിമർശനം കൈവന്നിട്ടുണ്ട്. ഇപ്പം BJP എന്നത് ഒരു അംഗീകൃത രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടിയാണ്. BJP ഒരു ഭീകര സംഘടനയല്ല. BJP ഒരു തീവ്രവാദ പ്രസ്ഥാനമല്ല. BJP ഒരു നിരോധിക്കപ്പെട്ട അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ട പ്രസ്ഥാനമല്ല. ജനസംഘത്തിൽ തുടങ്ങി ഇത്രയും കാലം രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന പ്രസ്ഥാനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കേഡർ സംവിധാനമാണ് BJP. കഴിഞ്ഞ 12 വർഷമായിട്ട് BJP നയിക്കുന്ന സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. ഇന്ത്യ വികസനത്തിന്റെ പുതിയ പാത തേടിയത് BJP സർക്കാരിന്റെ കീഴിൽ തന്നെയാണ്. ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ മോദിയോ അമിത്ഷായോ അല്ലെങ്കിൽ നിതിൻ ഗഡ്കരിയോ ഒന്നുമല്ല വിഷയം. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി എന്ന ജനാധിപത്യ സംവിധാനത്തെ ഇത്തരത്തിൽ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നതിനെതിരെയാണ് ഈ ഒരു വിമർശനങ്ങൾ BJP നേതാക്കൾ അടക്കം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അശോക് ഗെഹ്ലോട്ട് നമുക്കറിയാം, അദ്ദേഹത്തിന് എത്ര പ്രാവശ്യം ഭരണം കിട്ടിയാലും എത്ര പ്രാവശ്യം മുഖ്യമന്ത്രിയായാലും മതിയാകാത്ത ഒരു വ്യക്തിയാണ്. രാജസ്ഥാന്റെ മുഖ്യമന്ത്രിയായി അദ്ദേഹം എത്ര പ്രാവശ്യം വന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ മതിയാകും. ജയറാം രമേശ്, അശോക് ഗെഹ്ലോട്ട് തുടങ്ങിയ കുറേ ആളുകൾ ഉണ്ട്. ഇവരൊക്കെ അധികാരഭ്രമം മൂത്തവരാണ്. അവർക്ക് അധികാരം കിട്ടുന്നില്ല, കിട്ടിയതുമില്ല, ഇനിയോട്ട് കിട്ടാനും പോകുന്നില്ല. അതിൻ്റെ ചില ജൽപ്പനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ചില ഫ്രസ്ട്രേഷനുകൾ മാത്രമാണ് ഇതെന്നാണ് മുതിർന്ന BJP നേതാക്കൾ ഒക്കെ തന്നെ, BJP കേന്ദ്ര നേതൃത്വം ഒക്കെ തന്നെ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു പ്രസ്താവനയിൽ മറുപടി പറയുന്നത്. അശോക് ഗെഹ്ലോട്ടിൻ്റെ പ്രസ്താവന അർഹിക്കുന്ന അവഗണനയോടുകൂടി BJP തള്ളിക്കളയുകയാണ് എന്നും സൂചനകൾ ഉണ്ട്.